എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടതിൽ, അതായത് 2-3 ദിവസം മുമ്പ് കേട്ടോ. അപ്പോൾ ആ ഒരു റോസാച്ചെടി നല്ലവണ്ണം നല്ല ബുഷിയായിട്ട് ഇതുപോലെ കട്ട കുത്തി നല്ലവണ്ണം പൂക്കളുണ്ടായി നിൽക്കുന്നത് കണ്ട് കുറേ പേര് എൻ്റെ വാട്സപ്പിൽ ചോദിച്ചു അതിന് ഏത് ഫെർട്ടിലൈസറാണ് കൊടുത്തതെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഇവിടെയാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു ഫെർട്ടിലൈസർ കൊണ്ട് എനിക്ക് ഒരുപാട് റിസൾട്ടാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന മൂലം നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറും. അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കളുണ്ടാവും, പുതിയ തളിർപ്പുണ്ടാവും, പുതിയ പൂമുട്ടുകളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ആ ചെടിയുടെ പൂക്കൾ കാണിച്ചപ്പോഴത്തേനും ഇതുപോലെ എങ്ങനെയാണ് ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കുന്നത് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പം അന്നത്തെ വീഡിയോയിൽ കാണിച്ചത് മിക്സ് ചെയ്തതിന് ശേഷമുള്ള, അതായത് ഉണ്ടാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണിച്ചത്. അപ്പോൾ 2-3 മാസം മുമ്പ് ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെയും ചോദിച്ചുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അത്രയ്ക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഈ ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് പ്രൂണിങ്ങിന് ശേഷം, അതായത് നമ്മുടെ ചെടികളുടെ പൂക്കളൊക്കെ ഒന്ന് കരിഞ്ഞ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വിടുമല്ലോ. കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ സാഫോ തേച്ച് പിടിപ്പിക്കാൻ മറക്കല്ല കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ചൂട് സമയത്ത് കമ്പുകളൊക്കെ കറുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും, ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് എവിടെയെങ്കിലും കറുപ്പ് ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ, കമ്പുകളൊക്കെ കറുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് തേച്ച് കൊടുക്കാനും മറന്നുപോല കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ, നല്ലപോലെ തേച്ച് പിടിപ്പിക്കാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ ആ കമ്പുകളൊന്നും ഈ വെയിൽ സമയത്തൊന്നും കറുത്ത് പോകത്തില്ല. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് മുട്ടത്തോട്. ഇത് വാട്ടിയ മുട്ടയുടെ തോടാണ്. അപ്പോൾ എത്രയും ഉണ്ട് അത്രയും നമുക്ക് ശേഖരിച്ച് വെക്കണം. വാട്ടിയ മുട്ടയുടെ തോട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് എവിടെ ഒരു പാത്രത്തിൽ വെളിയിൽ ഇട്ട് വെച്ചാൽ മതി. ഈ ഒരു ചൂടുള്ള സമയമാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ 1-2 മുട്ടയുടെ തോടല്ല എടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ കുറേ ആയതിനു ശേഷം വേണം നിങ്ങളത് എടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ മിക്സിയുടെ, ഇപ്പം നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയിലിട്ട് പൊടിക്കാവുന്ന, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളത് നന്നായിട്ട് മിക്സി വാഷ് ചെയ്തെടുക്കുന്നതല്ലേ, അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ഒരു മിക്സി എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ഒരു മിക്സിയാണ്. ഞാനിപ്പം വളങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മിക്സി എടുക്കുന്നത് കേട്ടോ. അതാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഉപയോഗിക്കുന്ന മിക്സി ആണെങ്കിലും ഒരു കുഴപ്പമില്ല. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എത്രയും ശേഖരിച്ച് വെക്കുക, അത്രയും മുട്ടത്തോട് ശേഖരിച്ച് വെക്കുക. മുട്ടത്തോട് വളരെയധികം, വീണ്ടും വീണ്ടും പറയുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ ചെടികൾക്ക്. പ്രത്യേകിച്ച് റോസാ ചെടികൾക്ക് ഒരുപാട് പൂക്കളുണ്ടാകാൻ സഹായിക്കുന്ന ഈ ഒരു മുട്ടത്തോട് വെച്ച് ഒരുപാട് വളങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ വേണം ശേഖരിച്ച് വെച്ചിട്ട്, നല്ല കുറച്ചേറെ പൗഡർ കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും ചെറുതായിട്ട് നല്ലപോലെ ഉണങ്ങിയ മുട്ടത്തോടാണ്, ചെറുതായിട്ടില്ല, നല്ലപോലെ ഉണങ്ങിയ മുട്ടത്തോടാണ്. എന്നാലും നമുക്കിതൊന്ന് ഉണക്കേണ്ട അത്യാവശ്യമാണ്. അടുത്തായിട്ട് ഇതുപോലെ ഉള്ളിത്തൊലി, സവോളയുടെ തൊലിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയും ഒക്കെ ആകാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെ തൊലിയും ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ പൊളിക്കുമ്പോൾ പച്ചയോട് കൂടി ഒരിക്കലും ഇട്ടത്, എവിടെയെങ്കിലും ഒന്ന് പുറത്തെവിടെയൊരു പാത്രത്തിൽ വെച്ച് ഒന്ന് നല്ലതായിട്ട് ഉണങ്ങി കിട്ടണം കേട്ടോ. വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചൂടുള്ള സമയത്ത് പുറത്ത് തന്നെ വെച്ച് തന്നെ ഉണങ്ങി കിട്ടും. അതിന് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നനവോടുകൂടി ഒരിക്കലും പൊടിക്കരുത്. ഉണക്കി നല്ലതായിട്ട് ഉണക്കിയിട്ടേ പൊടിക്കാവുള്ളൂ. എന്നാലേ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുള്ളൂ, വെള്ളമയം ഇല്ലാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇത് പൊടിക്കുമ്പോൾ ചെറുതായിട്ടൊരു വെള്ളമയം വരുന്നുണ്ട്. അപ്പോൾ അത് പാടില്ല കേട്ടോ. അപ്പോൾ നന്നാലും നമുക്ക് വീണ്ടും ഒന്ന് ഉണക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനനുസരണം ശേഖരിച്ച് വെക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേണേൽ നമുക്ക് തേയിലയുടെ വേസ്റ്റ്, നമ്മൾ എത്രയും തേയില വേസ്റ്റ് ശേഖരിക്കാവോ അത്രയും തേയില വേസ്റ്റ് ശേഖരിച്ചിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അതും നല്ലതാണ് കേട്ടോ. നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പേപ്പറിലോ എന്തെങ്കിലും ഒരു പഴയ നമ്മുടെ ഒരു മുറത്തിലോ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കേണ്ട അത്യാവശ്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, നല്ലതായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. ഒരു ശകലം പോലും വെള്ളമയം പാടില്ല. കാരണം വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മളിത് ശേഖരിച്ച് നമുക്ക് ചെടികൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി നമുക്കൊരു പാത്രത്തിൽ, അതായത് ഉണക്കിയ ഒരു പാത്രത്തിൽ നന്നായിട്ട് അടച്ച് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ വെള്ളമയം ഉണ്ടെങ്കിൽ പൂപ്പൽ പോലെ വരും. അതായത് ഇങ്ങനെ ഈ ഒരുമാതിരി പൂപ്പൽ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ചെടികൾക്ക് ഫംഗൽ ബാധ ഉണ്ടാക്കാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോഴത്തെ ചൂടുള്ള സമയമാണ്ട് ഒറ്റ വെയിൽ കൊണ്ടാൽ മതി, നന്നായിട്ട് ഉണങ്ങി കിട്ടും. അതിനുശേഷം നമ്മുടെ ഏത് ചെടിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ റോസാ ചെടിക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ കാടൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട്, നനവെള്ള മണ്ണാണിപ്പം. അപ്പോൾ ആ നനവെള്ള മണ്ണ് അല്ലെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ നല്ലപോലെ നനച്ചിട്ട് വേണം മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ റോസയുടെ വേരൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട്
നന്നായിട്ട് നനച്ചിട്ട് വേണം ഇളക്കി. ഇപ്പം എന്നിട്ട് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ചൂടൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാ കാടൊക്കെ പറിച്ച് കളയണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പൗഡർ ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇനി ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 1-2 കാര്യം ചേർക്കാം. ഞാനിപ്പോൾ ഒരു കാര്യമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മുട്ടത്തോട് നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു കൈപിടി ഒരു ചെടിക്ക്, നമ്മുടെ ഈ ഒരു ചെടിച്ചെടിക്ക് നല്ല അത്രയും ഒരു കൈപിടി മാത്രം മതി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അതിലേക്ക് വേപ്പിൻ പിണ്ണാക്ക്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ ചെടികളുടെ മുരടിപ്പ് പ്രശ്നങ്ങളും അതുപോലെ ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെയധികം നല്ലതാണ്. എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എല്ലുപൊടി കൂടെ ചേർക്കാം കേട്ടോ. ഞാനിപ്പം ഈ ഒരു സമയത്ത് എനിക്ക് എല്ലുപൊടി തീർന്നു പോയി, അതുകൊണ്ടാണ് വേപ്പിൻ പിണ്ണാക്ക് മാത്രം ചേർക്കുന്നത്. എല്ലുപൊടിയും കൂടെ ഒരു കൈപിടി ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഇതുപോലെ ചുറ്റും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മണ്ണിളക്കി കൊടുത്തിട്ട് നല്ലവണ്ണം വെള്ളം തളിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതിപ്പം എല്ലാവരും ചോദിക്കും, ഈ ഒരു സമയത്ത് വളം ഇട്ടതിന് ശേഷം നമുക്ക് വെയിലത്ത് തന്നെ വെക്കാവുന്ന ഒരു പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2-3 ദിവസം ഒന്ന് തണലത്തോട്ട്, പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷം വെച്ചേക്കുന്നതാണല്ലോ, അപ്പോൾ ഒന്ന് തണലത്തോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെയിലത്തോട്ട് വെക്കാം. എൻ്റെ ഈ ഒരു ചെടി പുതിയ തളിർപ്പൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ പ്രൂണിങ്ങിന് ശേഷം തളിർപ്പ് വരാൻ തുടങ്ങിയിട്ട് സമയത്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പ്രൂണിങ്ങിന് ശേഷം ഇട്ട് കൊടുക്കാം. അതാണ് കൂടുതലും കുറച്ചും കൂടെ നല്ലത്. പെട്ടെന്ന് പുതിയ തളിർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തിട്ട് 15-ാം പക്കം വീണ്ടും ഒന്നുകൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലെല്ലാം ഈ പുതിയ തളിർപ്പുകളിലെല്ലാം നിറയെ മുട്ടുകളുണ്ടാവും, പൂക്കളുണ്ടാവും. അപ്പം നല്ലൊരു റിസൾട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ചൂടുള്ള സമയത്ത് നമുക്ക് പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസർ ആണെങ്കിലും ലിക്വിഡ് രൂപത്തിലുള്ള ഫെർട്ടിലൈസർ ആണെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഇതുപോലെ ആ ചെടി തന്നെയാണിത്. നല്ല ബുഷിയായിട്ട് ഇതുപോലെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു നല്ല അടിപൊളി ഫെർട്ടിലൈസറാണിത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. 15 ദിവസം കൂടുമ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.